ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 35-ാം തിരുലിഖിതം. ലോക സ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു അസുലഭ മണിക്കൂറിലേക്ക് കർത്താവ് നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. നാനാ രാജ്യങ്ങളിലിരുന്ന് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുകയാണ്. പ്രിയ ദൈവ പൈതലേ, നീ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ആത്മീയമായ ഈ കൂട്ടായ്മയെ വിശ്വാസ ദൃഷ്ടി കൊണ്ട് കാണുക. എല്ലാ രാജ്യങ്ങളിലും അനേക കോൺവെൻറ്റുകളിൽ, അനേക ദേവാലയങ്ങളിൽ, അനേക പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ, അനേക ഇടങ്ങളിൽ ജനങ്ങൾ ഗ്രൂപ്പായിരുന്നും കുടുംബമായിരുന്നും ഒറ്റയ്ക്കിരുന്നും ഇപ്പോൾ ദൈവവചനം കേൾക്കുകയും ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിക്കുകയും ചെയ്യുന്ന നിമിഷമാണിത്. ഈ ഒരു അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിൽ കർത്താവ് ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ ഇടപെട്ടിട്ടുണ്ട്. അച്ഛൻ ഈ അടുത്ത കാലത്ത് അരുണാചൽ പ്രദേശിലുള്ള ഒരു കുട്ടി ഇവിടെ മലയാളികൾ വചനം കേൾക്കുമ്പോൾ ഈ അഭിഷേകാഗ്നി കേട്ടപ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതിനെ കുറിച്ച് കേൾക്കാനിട വന്നു. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. എന്റെ പേര് സന്തീന. സന്തീന, സ്ഥലം എവിടെയാ? സ്ഥലം അരുണാചൽ പ്രദേശിലെ. അരുണാചൽ പ്രദേശ്. ഇപ്പോൾ ഇവിടെ എവിടെ വർക്ക് ചെയ്യണത്? മരിയ ഗൊരേത്തി കോൺവെന്റിലാണോ? സെന്റ് മറിയ ഗൊരേത്തി ഭവനിലെ. സെന്റ് മരിയ ഗൊരേത്തി ഭവനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത് അല്ലേ? താവളത്ത് തന്നെയുള്ള മരിയ ഗൊരേത്തി ഭവനിലാണ് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്യാണ്. കുട്ടിയുടെ പ്രശ്നം എന്തായിരുന്നു? കുട്ടിയുടെ പ്രശ്നം ഞാൻ പറയാം. കുട്ടിക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഇന്നലെ പറഞ്ഞു മലയാളം അറിയാൻ പറ്റില്ല, ഞാൻ വരുവുള്ള അച്ഛൻ തന്നെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ. അതായത് കയ്യിൽ 14 അരിമ്പാറയുണ്ടായിരുന്നു. അരിമ്പാറ കയ്യിൽ ഏത് വിരലിലായിരുന്നു അരിമ്പാറ? ഇന്ന കയ്യിൽ. ആ കയ്യിൽ അരിമ്പാറ ഉണ്ടായിരുന്നു 14. എത്ര അരിമ്പാറയായിരുന്നു? 14. 14 അരിമ്പാറ ഉണ്ടായിരുന്നു. ആ അരിമ്പാറ എന്ന് പറഞ്ഞാൽ അത് വലുതായിട്ട് ചില സമയത്ത് വേദന വരും. വേദന വന്നാൽ അത് എപ്പോഴും എനിക്ക് വേദനിക്കുന്നു പറയും. അത് ചില സമയത്ത് അതിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ അത് ഒരു വിഷമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുട്ടി അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് എല്ലാവരും പ്രാർത്ഥിക്കേണ്ടപ്പോൾ കുട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കയ്യിലൊരു പാട് പോലും ഇല്ലാതെ അരിമ്പാറ എല്ലാം വിട്ടുപോയി. ഇപ്പോൾ ഒരു ചെറിയ പാട് പോലും ഇല്ലാതെ 14 അരിമ്പാറ ഉണ്ടായിരുന്നാണ്. 14 അരിമ്പാറയും അങ്ങോട്ട് പൊഴിഞ്ഞു പോയി. ഒരു ചെറിയ പാട്. ആ കൈ ഒന്ന് കാണിക്കാവോ? ഇതുണ്ട്. എവിടെയെങ്കിലും ഒരു പാട് പോലുമല്ല. കുട്ടിയുടെ സ്ഥാപനത്തിലെ ആ മദർ പറഞ്ഞപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. ഇന്നലെ അവളുടെ കയ്യെല്ലാം അരിമ്പാറ ഉണ്ടായിരുന്നു. അത് അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ കയ്യിലൊരു പാട് പോലും ഇല്ലാണ്ട് അരിമ്പാറ പൂർണ്ണമായും മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അപ്പം ഞാനിങ്ങനെ സാക്ഷ്യം പറയാൻ മലയാളത്തിൽ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്ക് ശരിക്കും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ ഇന്നലെ അച്ഛൻ ഞങ്ങളുടെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ പറഞ്ഞോളാം, സാക്ഷ്യം എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നത്. കർത്താവ് ഒരു ധൈര്യം കൊടുത്തോണ്ടാണ് കുട്ടി ഇങ്ങനെ വന്നിരിക്കുന്നത്. 14 അരിമ്പാറയാണ് അങ്ങനെ അപ്രത്യക്ഷമായി പോയത്. ആ അരിമ്പാറ ശരിക്കും വേദനയൊക്കെ വരില്ല അല്ലേ? എപ്പോഴും കുട്ടി വേദന ഉണ്ടായിരുന്നു. ഒത്തിരി ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ബ്ലഡൊക്കെ വരുമായിരുന്നു. അതങ്ങോട്ട് മാറിപ്പോയി. ഇപ്പോൾ അതില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നാം മഹത്വപ്പെടുത്താൻ വേണ്ടി സന്തീന മലയാളം അറിയില്ലെങ്കിലും ശരി ഈ മലയാളികളുടെ മുമ്പിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു ക്രിസ്തു അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വചനത്തെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരനുഭവം കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റോയ് മാത്യു എന്നാണ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ജോലി ചെയ്യുന്നത് ഖത്തറിലാണ്. ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മോള്, അവൾ സൗദിയിലായിരുന്നു. കഴിഞ്ഞ് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് എപ്പോഴും വയറ്റുവേദനയും ഛർദിലും
അപ്പം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പലവിധ ടെസ്റ്റുകൾ നടത്തി. അത് കഴിഞ്ഞ് കോട്ടയത്ത് തന്നെയുള്ള കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെയും ടെസ്റ്റുകൾ നടത്തി. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോയി അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് ടെസ്റ്റിന് പറഞ്ഞിരുന്ന ദിവസം, അതിൻ്റെ തലേ ദിവസം ഞാൻ ഖത്തറിൽ എൻ്റെ ഓഫീസിലിരുന്ന ഒരു ഉച്ച സമയത്ത് ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാം എടുത്തിട്ട് 2008 ഒരു പ്രോഗ്രാം അതെടുത്ത് വെച്ച് അച്ഛൻ്റെ ഇത് കേട്ട് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു നാളത്തെ ടെസ്റ്റിന് പോകുമ്പോൾ എൻ്റെ കർത്താവെ യാതൊരുവിധ അസുഖങ്ങളും ഇല്ലെന്ന് അതിൽ റിസൾട്ട് കിട്ടണേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് ആരാധനയുടെ സമയത്ത് ഞാൻ മുട്ടുകുത്തി, ഓഫീസിലിരുന്ന് മുട്ടുകുത്തി ശക്തമായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ ചേട്ടനെയും ചേച്ചിയും വിളിച്ചിട്ട് പറഞ്ഞു അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല, നാളെ ചെല്ലുമ്പോഴത്തേക്ക് യാതൊരു കുഴപ്പമില്ല എന്ന ടെസ്റ്റ് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ടെസ്റ്റിന് ചെയ്യുന്നു, യാതൊരു കുഴപ്പമില്ല എന്ന ടെസ്റ്റ് റിസൾട്ട് കിട്ടി. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈ സഹോദരൻ എന്ത് വിശ്വാസ ദൃഷ്ടിയോടെ എന്ത് അവകാശപ്പെട്ടങ്ങനെ പ്രാർത്ഥിച്ചോ അതേപോലെ പിറ്റേ ദിവസം അത്ഭുതം അവിടെ സംഭവിച്ചു. അതിന് അഭിഷേകാഗ്നി പ്രോഗ്രാം ഒരെണ്ണം കൂടെ ഒരു എപ്പിസോഡ് കണ്ട് അങ്ങോട്ട് വിശ്വാസം ഉണർത്തി അങ്ങോട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞപ്പോൾ ദൈവം അതുപോലെ അത്ഭുതം അങ്ങോട്ട് ചെയ്ത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ വചന പ്രഘോഷണ നിമിഷങ്ങൾ കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, കോൺവെന്റുകളിൽ, ജീവിതങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ, രോഗാവസ്ഥകളിൽ, ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് ആകാശം ചായിച്ചിറങ്ങി വരുന്ന നിമിഷങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. ഇനി കുടുംബാംഗങ്ങൾ ആരെങ്കിലും വരാണ്ടെങ്കിൽ എല്ലാവരും വേഗം വേഗം വിളിക്കുക. കുട്ടികൾ നന്നായിട്ട് ഉണർന്നിരിക്കുക. കുഞ്ഞുങ്ങളെ കർത്താവ് പ്രത്യേകം ഇതിൻ്റെ പ്രചാരകരും ശുശ്രൂഷകരും സഹപ്രവർത്തകരുമാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാ കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം. അനേക രാജ്യങ്ങളിൽ അനേകം കുഞ്ഞുങ്ങൾ അഭിഷേകാഗ്നിയുടെ നല്ല മധ്യസ്ഥ പ്രാർത്ഥന വീരന്മാരും അതുപോലെ ഇതിൻ്റെ പ്രചാരകരും ശുശ്രൂഷകരും കൂട്ടായ്മയിൽ നിൽക്കുന്നവരാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിന് അനുഗ്രഹം കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യലായി ലഭിക്കുമെന്ന് അച്ഛന് ബോധ്യമുണ്ട്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഗാനം ആലപിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മുട്ടുകുത്താൻ സാധിക്കുന്നവർ മുട്ടുകുത്തുക, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കുക, കരങ്ങൾ തുറന്ന് പിടിക്കുക. തീരെ വയ്യാത്തവർ ഇരുന്നായാലും രോഗാവസ്ഥയുള്ളവർ രോഗക്കടക്കിൽ തന്നെ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥ കർത്താവിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ആത്മാവേ എൻ്റെ മേൽ ഒഴുകണമേ, എൻ്റെ മേൽ വ്യാപരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ വന്നിടണേ, നീ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, നീ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാർഗേ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. വലിയ ഉണർവോടെ ഒരുമിച്ച് വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. എല്ലാവരും ചേർന്ന് ആത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. ആകാശമാകെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. കരങ്ങളടിച്ച് ആകാശമാകെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ഉണർവോടെ കൈയടിച്ച് ആത്മാവേ വന്നിടണേ, ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, ആവർത്തിച്ച് ദാഹിച്ച് ദാഹിച്ച് ആകാശമാകെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. ആകാശമാകെ വന്നിടണേ, അകതാരിലാനന്ദം നൽകിയിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ, പരിശുദ്ധാത്മാവേ വന്നിടണേ. പരിശുദ്ധാത്മാവേ ദാഹിച്ച് ദാഹിച്ച് ഹോളി സ്പിരിറ്റ് ആത്മീയ അഭിഷേകം അത്ഭുത ശക്തി നിറയട്ടെ, വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ ദാസിദാസന്മാരുടെ മേൽ എഴുന്നള്ളി വരണമേ, ഈ കുടുംബങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ, ഈ സമൂഹങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഹോളി പവർ, ഓ മൈറ്റി പവർ. ആരാധന, ആരാധന, ആരാധന. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ 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 എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ, എല്ലാ അന്ധകാരങ്ങളും മാറട്ടെ, രോഗപീഠകൾ വിട്ടുപോകട്ടെ, എല്ലാ മരവിപ്പ് മാറട്ടെ, മന്ദത മാറട്ടെ, അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, മാരക പീഡകൾ വിട്ടുപോകട്ടെ, കല്ലടിക്കുന്ന പ്രകൃതങ്ങൾ മാറ്റം വരട്ടെ. ഹല്ലേലൂയ 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 എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ആരാധന 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 യേശുവേ യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വന്നിടണേ, നീ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വന്നിടണേ, നീ ദാനങ്ങളേഴും ചൊരിഞ്ഞിടണേ. പരിശുദ്ധാത്മാവേ വന്നിടണേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഐ ലവ് യു ഹോളി സ്പിരിറ്റ്. സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ, ഓരോ മക്കളെയും തൊടണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഉറക്കെ പറയാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്ന് ചിന്തിക്കാൻ കർത്താവ് നൽകിയിട്ടുള്ള വചനമാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 58-ാം തിരുലിഖിതം. എൻ്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിച്ച് സദാ സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ഈ വചനം നമുക്കൊന്ന് ഏറ്റു പറയാം. 1 കൊരിന്തോസ് 15:58. എൻ്റെ വത്സല സഹോദരങ്ങളെ, എൻ്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിച്ച് അവിടുത്തെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിച്ച് സദാ സദാ സ്ഥിരചിത്തരും സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. അചഞ്ചലരുമായിരിക്കുവിൻ. ഇത് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന്റെ ഒരു ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നുവോ? സ്വർഗരാജ്യത്തിന്റെ ഒരു ദൂതനായി നിങ്ങൾ പ്രവർത്തിക്കുന്നുവോ? സ്വർഗരാജ്യത്തിന്റെ എന്തെങ്കിലും ഒരു അഭിഷേകം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നുവോ? എങ്കിൽ സ്വർഗം ഇതാ ഒരു നിയമം, സ്വർഗം ഇതാ ഒരു നിർദ്ദേശം തരികയാണ്. ഈ അഭിഷേകം പ്രാപിച്ച ഓരോ മക്കളും അഭിഷേകത്തിൽ വളരാൻ, സ്വർഗത്തിൽ നിക്ഷേപമുള്ളവരാകാൻ കർത്താവ് ഒരു നിർദ്ദേശം നമുക്ക് നൽകുകയാണ്. അവിടുത്തെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിച്ച് സദാ സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. അച്ഛൻ ഈ അടുത്ത കാലത്ത് അനേക ശുശ്രൂഷകരെ കണ്ടു. അപ്പോൾ അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ഇതങ്ങോട്ട് മുന്നോട്ട് പോകുമോ എന്ന് തോന്നുന്നില്ല. കാരണം കുടുംബത്തിൽ വലിയ പ്രശ്നം. ഇതങ്ങോട്ട് നിലനിൽക്കുമ്പോൾ അവസാനം വരെ എത്താൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ കർത്താവ് ഒരു 10 വർഷത്തെ ശുശ്രൂഷയായിരിക്കും ആഗ്രഹിച്ചിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് വേറെ വല്ല കാര്യവുമായിരിക്കും, വല്ല എസ്റ്റേറ്റ് പിടിപ്പിക്കാനോ വല്ലതും ആയിരിക്കും. ഇങ്ങനെയുള്ള ചില ചിന്തകൾ അവരെ അലട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണമുണ്ട്. കാരണം ശുശ്രൂഷകളിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ശുശ്രൂഷയ്ക്ക് മനം മടുപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ തരത്തിലുള്ള അന്ധകാരങ്ങൾ വന്ന് ശുശ്രൂഷ ചെയ്യുന്നവരെ പൊതിയുകയാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരെ പൊതിയുകയാണ്. ആത്മീയമായി എഴുന്നേറ്റ് നിൽക്കുന്നവരെ പൊതിയുകയാണ്. പ്രാർത്ഥന ഗ്രൂപ്പ് നയിക്കുന്നവരെ പൊതിയുകയാണ്. പിന്മാറ്റത്തിലേക്ക് പോകാൻ വേണ്ടി ഇതാ സാത്താൻ കൈകൊട്ടി മാടി മാടി വിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ തന്നെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഈ കാര്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ശുശ്രൂഷ ഒരു ഘട്ടത്തിൽ വെച്ച് കർത്താവ് എനിക്ക് ശക്തമായ ഒരു ബോധ്യം നൽകി. യേശയ്യ 42-ാം അധ്യായം 6-7 തിരുലിഖിതങ്ങൾ.
ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും കാരാഗൃഹത്തിൽ ഇരിക്കുന്നവരെ തടവറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവർ ഇരുട്ടറയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നിന്നെ ജനത്തിനുടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. എൻ്റെ ആത്മീയ ജീവിതത്തിലെ ശുശ്രൂഷയെക്കുറിച്ച് കർത്താവിൻ്റെ നിരന്തരം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരിക്കൽ വെളിപ്പെടുത്തിയ ഒരു തിരുലിഖിതമാണ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും കാരാഗൃഹത്തിൽ ഇരിക്കുന്നവരെ തടവറയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ജനത്തിനുടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യം ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ റെഡി, ഞാൻ റെഡി, ഞാൻ റെഡി. പക്ഷേ പിന്നീട് അങ്ങോട്ട് അടിക്കടി തടസ്സങ്ങൾ, അടിക്കടി കിംവദന്തികൾ, അടിക്കടി ദുഷ്പ്രചരണങ്ങൾ, അടിക്കടി കുപ്രചരണങ്ങൾ, അടിക്കടി പലതരത്തിലുള്ള ആരോപണങ്ങൾ, എതിരായി പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ആളുകളുടെ കുൽസിത പ്രവർത്തനങ്ങൾ. ഉടനെ ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവേ ഇതൊക്കെ പഴയതുപോലെ പോയാൽ മതിയായിരുന്നു, ഞാൻ ശരിക്കും ഇങ്ങനെ ചെയ്യണോ? ഒരു ചിന്ത അലട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ കർത്താവ് ഇടപെട്ട് കർത്താവ് പറയുകയാണ്, ഇതാ നോക്കുക, മോശ പ്രവാചകനെ ഫറവോയുടെ അടുക്കലേക്ക് അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അയച്ചു. ചെന്ന ഉടനെ ജനങ്ങളെല്ലാം കൂടി പുറപ്പെട്ട് പോന്നോ? ചെന്ന ഉടനെ ഫറവോ അയ്യോ കൊണ്ടോക്കോ എന്ന് പറഞ്ഞ് വിട്ടു തന്നോ? ഇല്ല. മോശ വലിയ ശക്തമായൊരു അടയാളം കാണിച്ചു. ദൈവത്തിന്റെ ദാസനാണ് എന്ന് മോശ അങ്ങോട്ട് പ്രവർത്തിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഫറവോയുടെ ഹൃദയം കഠിനമായി. ഫറവോ ജനത്തെ വീണ്ടും വിട്ടയച്ചില്ല, അടിമത്തത്തിൽ ഇരുന്നു. അങ്ങനെ ഏതാണ്ട് വളരെ പ്രകടമായ, വളരെ ശക്തമായ ദൈവത്തിന്റെ അതിശക്തമായ 10 അടയാളങ്ങൾ, 10 അത്ഭുതങ്ങൾ ഇതാ പുറപ്പാടിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം തൊട്ട് 13-ാം അധ്യായം വരെ നിരന്തരമായി ദൈവം ഇടപെടുന്ന രംഗങ്ങളെല്ലാം നിറപ്പകിട്ടാർന്ന് വർണ്ണിച്ചിരിക്കുകയാണ്. ഞാൻ ചിന്തിച്ച് 1-2 ഇടപെടൽ വഴി ആ ഫറവോയ്ക്ക് വേണമെങ്കിൽ വിട്ടയക്കുക. അതുപോലെ ചെകിട്ടത്തടിക്കുന്ന വിധമുള്ള ദൈവിക ഇടപെടലാണ് ഫറവോയ്ക്ക് ഉണ്ടായത്. പക്ഷേ ഫറവോയുടെ ഹൃദയം കുറച്ചു നേരത്തേക്ക് ജനത്തെ വിട്ടയക്കാൻ തീരുമാനമെടുക്കുമെങ്കിലും പെട്ടെന്ന് തന്നെ ക്ഷണനേരം കൊണ്ട് ഹൃദയം കഠിനമാകുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫറവോ വിട്ടയക്കുന്നില്ല. ഫറവോ അവസാനം മോശയോട് പറഞ്ഞ കാര്യമുണ്ട്, ഇനി മേലിൽ ഈ കാര്യം പറഞ്ഞ് നീ ഇവിടെ കാലൂന്നി നിന്നെ തട്ടികൾ, നിന്റെ ജീവൻ വേണമെങ്കിൽ നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞ് ഫറവോ മോശയെ അന്ത്യശാസനം കൊടുത്ത് വിടുന്ന രംഗങ്ങൾ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ശരി, ഈ മോശ ഈ ജനത്തിന്റെ വിടുതലിന് വേണ്ടി പിന്നെയും എത്ര തവണ വേണമെങ്കിലും പോകാൻ റെഡിയായി കർത്താവിന് മുമ്പിൽ നിൽക്കുകയാണ്. അങ്ങനെ കർത്താവിന്റെ പദ്ധതി പ്രകാരം കർത്താവിന്റെ സമയം വരെ എളിമപ്പെട്ട് പോകാൻ റെഡിയായി നിന്ന മോശ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ജനം ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1-2 തവണ പ്രവർത്തിച്ചു, 5-6 തവണ പ്രവർത്തിച്ചു. ഞാൻ അടുത്ത് ഇത് ഈ ഫറവോ വിട്ടയക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ലാഘബുദ്ധി പറഞ്ഞ് മോശ പോയി വല്ല കൃഷിയും ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ പ്രാർത്ഥനയിലേക്ക് വന്നൊരു വ്യക്തി, ഒരു ആത്മീയത്തിലേക്ക് വന്നൊരു വ്യക്തി, ഒരു ശുശ്രൂഷയിലേക്ക് വന്നൊരു വ്യക്തി ദുർബലനാകരുത്. കുടുംബത്തിൽ ഒരുപക്ഷെ അപ്പനും അമ്മയും ആയിരിക്കാം. മക്കളുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5 വർഷം പ്രാർത്ഥിച്ചു, 10 വർഷം പ്രാർത്ഥിച്ചു, 20 വർഷം പ്രാർത്ഥിച്ചു. മക്കളുടെ മാനസാന്തരം നടക്കുന്നത് കാണുന്നില്ല. ഒരുപക്ഷെ ജീവിത പങ്കാളി പ്രാർത്ഥനയിലേക്ക് വന്നിട്ടില്ല. ആ ജീവിത പങ്കാളിക്ക് വേണ്ടി 5 വർഷം പ്രാർത്ഥിച്ചു, 20 വർഷം പ്രാർത്ഥിച്ചു, 25 വർഷം പ്രാർത്ഥിച്ചു. യാതൊരു മാനസാന്തര ലക്ഷണങ്ങളും കാണുന്നില്ല. മാത്രമല്ല, കുറച്ചും കൂടെ മുറുകുന്നത് പോലെ, ഹൃദയം കഠിനമാകുന്നത് പോലെ തോന്നുന്ന ഒരു അനുഭവമാണെങ്കിൽ പോലും പ്രിയ ദൈവ പൈതലേ, നീ നിന്റെ മനസ്സുകൊണ്ട് ദുർബലനാകരുത്. കർത്താവ് നിന്നെ ആത്മീയതയിലേക്ക് കൊണ്ടുവന്ന സ്ഥിതിക്ക് നിന്നിലൊരു വിടുതൽ ആ കുടുംബത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. നീ കർത്താവ് ഇടപെടുന്നോളം കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുക തന്നെ വേണം. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് കൊരിന്തോസുകാരെ എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 58-ാം വാക്യം. എന്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിച്ച് സദാ സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവീൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ജോലിയുടെ വിസ്തൃതിയിലല്ല,
മനസ്സിന്റെ ശക്തിയിൽ നീ അഭിവൃദ്ധി പ്രാപിക്കണം, കാഴ്ചപ്പാടിൽ നീ അഭിവൃദ്ധി പ്രാപിക്കണം, മനോബലത്തിൽ നീ അഭിവൃദ്ധി പ്രാപിക്കണം, പ്രാർത്ഥനയിൽ നീ അഭിവൃദ്ധി പ്രാപിക്കണം, കൃപയിൽ നീ അഭിവൃദ്ധി പ്രാപിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറകോട്ട് പോകരുത്. ഹെബ്രായ ലേഖനം 10:38-39 തിരുലിഖിതങ്ങൾ, എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് പ്രസാദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, ഉറച്ചു നിന്ന് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, സംസാരിക്കുന്നു, ഇടപെടുന്നു, മാനസാന്തരം ക്ഷണിക്കുന്നു, പക്ഷേ മാനസാന്തരപ്പെടുന്നില്ല, ഹൃദയം ലളിതമാകുന്നില്ല, പ്രാർത്ഥനയിലേക്ക് വരുന്നില്ല, പകരം ദുഷ്ടത കൂട്ടുന്നു, എതിർക്കുന്നു. ഇതാ ഹൃദയം കൂടുതൽ കൂടുതൽ കഠിനമാക്കുന്നു. പ്രിയ ദൈവമായതിനെ, നീ ദുർബലനാകരുത്. തിന്മയുടെ പതനം ആസന്നമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. നീ സ്ഥിരോത്സാഹത്തോടെ കർത്താവിന്റെ ജോലിയിൽ മുന്നോട്ട് തന്നെ പോകണം. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും വലിയ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ അഗ്നി അഭിഷേകമായി മാറാൻ ആഗ്രഹിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഈശോയേ, അഗ്നി അയക്കണമേ, തീ അയക്കണമേ, ഒരു തീ അഭിഷേകം ഈ സമൂഹത്തിലേക്ക് പകർന്നു നൽകണമേ. ഹോളി പവർ, അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, Holy Spirit, Holy Spirit. ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തി അയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെപ്പോൾ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. ആദിയിലെപ്പോൾ ജനകോടികൾ വീണ്ടും ഉണർത്തണമേ, അത്ഭുതങ്ങളും അടയാളങ്ങൾ വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ അത്ഭുതമൊഴുകും കൈകൾ ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ എന്നിൽ നീട്ടണമേ, എന്നിൽ നീട്ടണമേ, എന്നിൽ നീട്ടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊറിന്തോസ് 15:58. കർത്താവിൽ എന്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ആമേൻ, 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 ആമേൻ. നിന്നും ആത്മാവിലേക്കൊരു തീർത്ഥയാത്രയായി അത്യുന്നതൻ ദൈവം അപ്പമായി എന്നെ തേടിയെത്തിയിടുന്നിതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ നിമിഷങ്ങളിൽ നമ്മുടെ നിസ്സഹായ അവസ്ഥ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, എൻ്റെ യേശു എനിക്ക് എന്നെന്നും എൻ്റെ അഭയമാണ്, എൻ്റെ യേശു എൻ്റെ സഹായമാണ്. രണ്ട് കരങ്ങൾ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നമുക്ക് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എൻ ദൈവമേ, യേശുവേ, നീ എന്നും മതിയായവൻ. വലിയ ആഗ്രഹത്തോടെ യേശുവേ, യേശുവേ, വിശ്വാസത്തോടെ ദൈവമേ, നീ എന്നും മതിയായവൻ. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഉറക്കെ യേശുവേ, യേശുവേ,
യേശുവേ നീ എന്നും മതിയായവൻ, നീ എന്നും മതിയായവൻ.